പീസ് ആൻഡ് ജോയ്. അസീസിലെ ഫ്രാൻസിസ് ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഫ്രാൻസിസിൽ കണ്ട ദൈവസ്നേഹത്തിൻ്റെ ആനന്ദവും ദൈവാനുഭവത്തിൻ്റെ തീവ്രതയും തീക്ഷ്ണതയും ഒക്കെ കണ്ടിട്ട് അനേകർ ഫ്രാൻസിസിനൊപ്പം കൂടുകയാണ്. അവർക്ക് ഫ്രാൻസിസിൽ അനുഭവപ്പെട്ടതുപോലെ ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണത അധികം അനുഭവപ്പെടാതെ പോയ കാലഘട്ടങ്ങളുണ്ട്. അവർ പരിഭവിക്കുവാൻ തുടങ്ങി. നമുക്ക് ഫ്രാൻസിസിനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫ്രാൻസിസിനെ ദൈവം സ്നേഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന പോലെ ദൈവസ്നേഹാഗ്നി നമ്മുടെ ഉള്ളിലും അനുഭവപ്പെടുന്നില്ലല്ലോ. അങ്ങനെ അവരുടെ തീക്ഷ്ണത പതിയെ പതിയെ കുറയുവാൻ തുടങ്ങി. അവർ പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരായിട്ട് മാറുന്നു. അവരുടെ ജീവിതത്തിലെ തർക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇത് ഫ്രാൻസിസിനെ വളരെയധികം വേദനിപ്പിച്ചു. തൻ്റെ കൂടെ ദൈവം അയച്ച സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർക്ക് ഏറെയും പരിഭവങ്ങളായിരുന്നു. നമുക്ക് മറ്റുള്ളവരെ പോലെ സമ്പത്തില്ല, നമ്മൾ ദരിദ്രരാണ്, നമ്മുടെ കൂടെ അധികം വിജ്ഞാനികളായിട്ടുള്ളവരില്ല, നമ്മൾ പ്രഘോഷിക്കുന്ന വചനം മറ്റുള്ളവർ ശ്രവിക്കുമോ? അവരുടെ ദൈവാനുഭവവും അവരുടെ സുവിശേഷ പ്രഘോഷണാനുഭവവും ഒക്കെ ഒരുപോലെ ശക്തവും തീവ്രവുമായിരുന്നെങ്കിലും ആ നിമിഷത്തിൽ ഈ പ്രലോഭനം അവരെ കീഴടക്കി. അവരുടെ ഉള്ളിലെ സംശയങ്ങൾ ഉണർന്നു, തീക്ഷ്ണത മന്ദീഭവിച്ചു. ഫ്രാൻസിസ് അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അവസരത്തിൽ ഒരു വലിയ ദർശനം ഫ്രാൻസിസിന് കാണുവാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഫ്രാൻസിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, സ്പെയിനിൽ നിന്നും, ഇറ്റലിയുടെ പല ഭാഗങ്ങളിൽ നിന്നും, അനേകം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഭൂഖണ്ഡങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഫ്രാൻസിസിൻ്റെ അരികിലേക്ക് നടന്നു വരികയാണ്. ഫ്രാൻസിസ് ചോദിച്ചു, ഇത് ആരാണ് കർത്താവേ? ഉടനെ ഈശോ പറഞ്ഞു, ഇത് ലോകാവസാനം വരെ നീ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ എൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്നവരാണവർ. നീ പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവരാണ് ഇവർ. തൻ്റെ സഭയിലേക്ക് ചേരുവാൻ വരുന്ന ആ സഹോദരങ്ങളുടെ ആധിക്യം കണ്ടപ്പോൾ ഫ്രാൻസിസിന് അഭൗമികമായിട്ടുള്ള ഒരു ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും ഫ്രാൻസിസ് വളരെയധികം ദൈവസ്തുതികളുമായിട്ട് തൻ്റെ സഹോദരന്മാരെ സമീപിച്ചു. അവരോട് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുവിൻ, അതാ ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് നമ്മുടെ സഭാസമൂഹത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി കർത്താവ് അനേകം ആളുകളെ തരുന്നു. ആ കൂട്ടത്തിൽ മാടമ്പിമാരുണ്ട്, മാർപ്പാപ്പമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, യാചകരായിട്ടുള്ളവരുണ്ട്, കർഷകരുണ്ട്, ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്, ജ്ഞാനികളുണ്ട്. എല്ലാവരും ഇതാ നമ്മുടെ പിന്നാലെ വരുന്നു. ലോകാവസാനം വരെ വരുന്നു. നമ്മുടെ സഭ നശിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതേണ്ട. അതിനെക്കുറിച്ച് ദൈവത്തിന് നമ്മൾ ചെറിയ യാചകണമാണ് എന്ന് കരുതി ഭയപ്പെടേണ്ട. നമ്മുടെ പിതാവിന് അതിനെക്കുറിച്ച് കരുതലുണ്ട്. ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഈ സന്തോഷം സഹോദരങ്ങളോട് പങ്കുവയ്ക്കുമ്പോഴും ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ടാണ് സംസാരിക്കുക. സഹോദരന്മാർക്ക് തോന്നി, ഫ്രാൻസിസ് ഈ ലോകത്തിൽ എങ്ങുമല്ല, വേറെ ഏതോ ലോകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തെ കൂടുതൽ ഉണർവിലേക്ക് കൊണ്ടുവന്നു. അവർ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു നവചൈതന്യത്തോടെ ജീവിതം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്ക് കേട്ട് പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്താൽ അത് അവസാനിക്കാനുള്ളതല്ല, അതൊരു പുതിയ തുടക്കമായി തീരാനുള്ളതാണ്. ഈ ലോകത്തിൽ ഒന്നിനും ഒരു കെട്ടുപാടുകളും ഇല്ലാതെ നിന്നാൽ അതിനെ ഒന്നിനും തളച്ചിടാനായിട്ട് സാധിക്കില്ല. മറിച്ച് അത് നിത്യതയുടെ ആനന്ദം ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കാൻ തുടങ്ങിയാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.